വയനാട് ദുരന്തത്തെക്കുറിച്ച് റിനി വിഷൻ 2 വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഒന്ന് എസ് ബാബുജി നടത്തിയ വീഡിയോയും മറ്റൊന്ന് ഞാൻ നടത്തിയ സംഭാഷണവുമായിരുന്നു. ഇത് രണ്ടിലും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം വയനാട് ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്നും മനുഷ്യർ ബോധപൂർവം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിരുന്നു ആ ദുരന്തത്തിൻ്റെ പ്രധാന കാരണമെന്നുമാണ്. എന്നാൽ ഈ വീഡിയോയിൽ നടത്തിയ കമൻറ്റുകളിൽ ആളുകൾ നടത്തിയ കമൻറ്റുകളിൽ സത്യത്തിൽ വീഡിയോ കണ്ടിട്ടാണോ എന്നെനിക്കറിയില്ല, വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് വന്നത്. ആക്ഷേപിച്ചവരോട് ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല, കാരണം അവർ വീഡിയോ കണ്ടവരല്ല. അവർക്ക് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തി സ്വഭാവത്തിൻ്റെ ഒരു ജനിതക സ്വഭാവത്തിൻ്റെ ഭാഗം കൊണ്ടായിരിക്കും അത്ര ആക്ഷേപങ്ങൾ നടത്തിയത്. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും അതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചും കുറേ കമൻറ്റുകൾ വന്നു എന്നതുകൊണ്ടാണ് ഇത്തരമൊരു വീഡിയോ വീണ്ടും ചെയ്യേണ്ടി വന്നത്. ഈ വീഡിയോയിൽ എന്നോടൊപ്പം പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ എസ് ബാബുജിയുണ്ട്. അതുകൊണ്ട് വയനാട് ദുരന്തത്തെക്കുറിച്ച് വീണ്ടും ഒരു റിവ്യൂയിലേക്ക് എന്ന് പറഞ്ഞാൽ വയനാട് ദുരന്തം ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്നുള്ള ഒരു പ്രശ്നമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അവഗണിച്ചത് മൂലമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാക്കാൻ കാരണമെന്നായിരുന്നു ആ 2 വീഡിയോകളിലും പറഞ്ഞത്. പക്ഷേ ഗാഡ്ഗിൽ എന്ന് കേൾക്കുന്ന മാത്രമേ തന്നെ ചില ആളുകൾക്ക് കലിയുണ്ടാവുന്നതും ഗാഡ്ഗിൽ എന്ന് പറഞ്ഞാൽ എന്തോ വളരെ മോശമായൊരു പദമാണ് എന്ന രീതിയിലൊക്കെയാണ് ആ പ്രതികരണങ്ങളുണ്ടായത് എന്നതുകൊണ്ടാണ് വീണ്ടും ഇത്തരമൊരു വീഡിയോയിലേക്ക് വരേണ്ടി വന്നത്. അതുകൊണ്ട് സാർ, ആദ്യത്തെ ചോദ്യം, ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അവഗണിച്ചതുകൊണ്ടാണ് വയനാട് മാത്രമല്ല കേരളത്തിൽ തുടർച്ചയായ പരിസ്ഥിതി പ്രശ്നങ്ങൾ, തുടർച്ചയായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞതിലും ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വിനാശത്തെക്കുറിച്ചായിരുന്നില്ലേ? തീർച്ചയായിട്ടും. ഈ പ്രധാനപ്പെട്ട ഒരു അതിനകത്ത് മാധവ് ഗാഡ്ഗിൽ തൻ്റെ പാനൽ റിപ്പോർട്ടിനകത്ത് വെച്ചിരിക്കുന്നത് തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്തിലുള്ള അതിലോലമായിരിക്കുന്ന ഒരു മേഖലയാണ് കേരളം ആകെ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ അതിരൂക്ഷമായിരിക്കുന്ന മഴയും അതുപോലെ അതിൽ നിന്നുണ്ടാകുന്ന ആഘാതങ്ങളും വരുന്നത് ഈ കേരളമാകെ തന്നെ ഒലിച്ചു പോകാൻ കാരണമാകുമെന്നുള്ള വളരെ വിശദമായ വളരെ സുദീർഘമായ ഒരു കാലഘട്ടത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവസാനം ഈ പാനൽ റിപ്പോർട്ട് അവിടെ വരികയും അതനുസരിച്ചുള്ളൊരു ഗവേഷണം നടത്തി അത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തുകയും ചെയ്തത്. അതിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഇത്രയും വലിയൊരു ശാസ്ത്രജ്ഞനെ അല്ലെങ്കിൽ ശാസ്ത്രം ജീവിതത്തിൽ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയെ, ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള ഒരാളെ ഇങ്ങനെ നമ്മൾ നഗ്നമായിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നതൊക്കെ കേരളത്തിൻ്റെ ഒരു എന്താ നമ്മൾ പറയുന്നത്, കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു മാറ്റങ്ങളാണ് നമ്മളിതിനെല്ലാം സൂചിപ്പിക്കുന്നത്. ഇപ്പോഴല്ലല്ലോ ഇത് കണ്ടു തുടങ്ങിയത്. വെസ്റ്റേൺ ഗാഡ്സിൻ്റെ ആഘാതങ്ങൾ ഓരോ മേഖലയിൽ വരുന്നത് ഇപ്പോഴല്ല കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അറബിക്കടലിൽ മഴ പെയ്യുന്നുണ്ടല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ദുബായിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള വാദഗതികൾ വരുന്ന എത്ര ബാലിശമായ വാദഗതികളാണെന്ന് നോക്കണം. ഇവർ നമ്മുടെ പഴയ ഒരു സ്പീക്കറാണ് പറഞ്ഞത് അറബിക്കടലിൽ മഴ പെയ്യുന്നത് മരം ഉണ്ടായിട്ടല്ലോ എന്ന് ചോദിച്ചത് നമ്മുടെ സീദി സാഹിബാണ്. ആ ഒരു നിലവാരത്തിലാണ് ഇപ്പോഴും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പലരും കാണുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇത് വലിയ മുൻകൂട്ടിയുള്ള ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു സാർ എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം അന്ന് നമ്മൾ പറഞ്ഞ പോലെ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കാനായിരുന്നു ആദ്യം ഗൂഢമായ ശ്രമങ്ങൾ നടത്തിയത്. അത് റിപ്പോർട്ട് വന്നതിന് ശേഷം കാലങ്ങൾ അത് ഭരണത്ത് വെച്ചു. അതിനുശേഷം വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടാണ് അവസാനം ഡൽഹി ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടാണ് ഇതിലെ കുറെ ഭാഗങ്ങളെങ്കിലും പുറത്ത് വിട്ടത്. അതായത് 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഗാഡ്ഗിലിലെ കമ്മീഷനെ നിയമിക്കുന്നതും 2010 നിയമിച്ചു, 11 റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു. പിന്നീട് വിവരാവകാശ പ്രവർത്തകർ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതെ, 86 പരിസ്ഥിതി നിയമത്തിനെ ബേസ് ചെയ്തിട്ട് വ്യാപകമായ രീതിയിൽ
ഇപ്പം നമ്മൾ ഈ പറയുന്നത് കേരളത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ പശ്ചിമഘട്ടത്തിനെ കുറിച്ചാണ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും സമാനമായ രീതിയിൽ ഹിമാലയൻ താഴ്വരകളിലെ ജാർഖണ്ഡിലെ ഉത്തരാഖണ്ഡിലെ സിംലയിലെ ഹിമാചൽ പ്രദേശിലെ ഒക്കെ തന്നെ സമാനമായ രീതിയിൽ ഇതിലും രൂക്ഷമായ രീതിയിൽ എത്രയോ തവണ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അവിടെയെല്ലാം രൂക്ഷമായ വെള്ളപ്പൊക്കം ഉണ്ട്. എത്രമാത്രം മനുഷ്യജീവനുകൾ അവിടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഹരിദ്വാറിൽ അതുപോലുള്ള മേഖലയിൽ ശിവക്ഷേത്രം മൊത്തത്തിൽ മുങ്ങിയ നമ്മൾ ഉത്തരാഖണ്ഡിൽ നിരന്തരമായി സംഭവിക്കാറുണ്ട്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പഠിച്ചു വന്നിട്ടാണ് 2001 സെൻ കമ്മിറ്റി റിപ്പോർട്ട്, ഗവൺമെൻറ് സെൻ കമ്മിറ്റിയെ നിയോഗിച്ചതിന് അങ്ങനെ ആ റിപ്പോർട്ടിൻ്റെയും കൂടെ ബേസിലാണ് മാധവ് ഗാഡ്ഗിലിനെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ വിഷയങ്ങൾ പഠിക്കാനായിട്ടൊക്കെ നിയോഗിച്ചത് തന്നെ. അപ്പോൾ അന്നത്തേക്ക് അത് ശരിക്കും കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തെ ഏതാണ്ട് വലിയ രീതിയിലേക്ക് അതിനകത്ത് കാർന്ന് തിന്നുന്ന രീതിയിലേക്കുള്ള ആഘാതങ്ങൾ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ധാരാളമായിട്ടുള്ള കോറികൾ അവിടെ വരുന്നു, അതുപോലെ വലിയ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ വരുന്നു. ഇതിൻ്റെ ഒരു ചരിവ്, പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ചരിവ്, അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15-20 ഡിഗ്രി ചരിവ് വരുന്ന ഒരു പ്രദേശത്ത് പോലും ഇതേപോലെ നിർമ്മാണങ്ങൾ പാടില്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ മാധവ് ഗാഡ്ഗിലിൻ്റെ മാത്രം നമ്മൾ അന്താരാഷ്ട്ര തലത്തിന് ഇത്തരം പഠനങ്ങൾ ഉള്ളതിനെ ബേസ് ചെയ്തിട്ടുകൂടെയാണ്. അല്ലാതെ മാധവ് ഗാഡ്ഗിൽ ഒരു ദിവസം ആകാശത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ചില അറിവുകൾ ഇവിടെ കൊണ്ട് കൊടുക്കല്ലേ. അല്ല, ലോക പഠനങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധ ഊന്നിക്കൊണ്ടാണ് മാധവ് ഗാഡ്ഗിൽ അങ്ങനൊരു കാര്യങ്ങൾ കൊണ്ടുവരാനുള്ളവർ തന്നെ. അതിൽ തന്നെ നമുക്കറിയാം അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം, എന്നാൽ പോകട്ടെ, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടോ അതിൻ്റെ പഠനങ്ങളോ ഒക്കെ വെറും അർത്ഥശൂന്യമാണെന്നുള്ളത് നമുക്ക് തള്ളിക്കളയാം. പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോഴെങ്കിലും നമ്മളൊരു തിരിച്ചുനോട്ടത്തിന് തയ്യാറാവണ്ടേ? അല്ല, അത് മാത്രമല്ല സാറേ, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് പിന്നീട് നമ്മൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരുന്നു. അതിനുശേഷം അതിനകത്ത് വെള്ളം ചേർക്കാൻ വേണ്ടി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു. ഈ റിപ്പോർട്ടുകൾ വന്നതുകൊണ്ടൊന്നും പ്രകൃതി ഇത് റിപ്പോർട്ട് നോക്കിയിരിക്കണം പ്രകൃതി ചെയ്യുന്നത്. അപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ വെബ്സൈറ്റ് വരെ നീക്കം ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവസാനം, അതായത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് പരിഗണിച്ചിട്ട് പോലും ഇതുവരെയായിട്ട്. അതിന് പകരം കസ്തൂരിരംഗൻ റിപ്പോർട്ട് അതിൽ കൊടുത്തിരിക്കുന്ന വിജ്ഞാപനങ്ങളാണ് ഇപ്പോൾ മാറ്റിവെച്ച് പലതവണയായിട്ട് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. കേരളം പക്ഷേ ആവശ്യപ്പെടുന്നത് എന്താ? കസ്തൂരിരംഗൻ അതിനകത്ത് കൊടുത്തിരിക്കുന്ന റെക്കമെൻഡേഷൻസ് പോലും നടപ്പിലാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഉണ്ടായിരിക്കുന്ന വനമേഖലകളൊക്കെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. മറ്റു പല രീതിയിലുമാണ്. അവിടെ നമുക്ക് കൃഷി ചെയ്യാം, അവിടെ കയ്യേറ്റം നടത്താം, അവിടെ മറ്റുള്ള പള്ളി പണിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം വിനിയോഗിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് അതിന് അനുയോജ്യമായ രീതിയിലാണ് നമ്മൾ തിരഞ്ഞെടുത്താണ് ഉമ്മൻ കമ്മീഷനെ. എന്നിട്ട് പോലും ഉമ്മൻ കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്ന റെക്കമെൻഡേഷൻസ് പോലും പരിസ്ഥിതി മേഖലകൾ ധാരാളമായിട്ട്, ഇപ്പോൾ കസ്തൂരിരംഗൻ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ സാധനത്തിന് വെള്ളം ചേർത്ത് അവിടെ അവസാനം എൻവയോൺമെൻറ്റൽ ഇതുപോലെ പരിസ്ഥിതി ലോല മേഖലകളൊക്കെ തന്നെ കുറച്ചു കൊണ്ടുവന്നു. അതും കളഞ്ഞിട്ടാണ് ഉമ്മൻ പുതിയ രീതിയിൽ. എന്നിട്ട് അതിനകത്ത് പോലും നമ്മൾ 8300 കിലോമീറ്റർ ചതുരശ്ര ഹെക്ടർ വരുന്ന സ്ഥലമൊക്കെ ഇതിനകത്തുനിന്ന് വിട്ടുകൊടുക്കണം, മാറ്റിവെച്ചുകൊണ്ടാണ് അവസാനം ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത്. പക്ഷേ കേന്ദ്രം അത് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും കേന്ദ്രം കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ അതിൻ്റെ വിജ്ഞാപനം പുതുക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനിയെങ്കിലും അതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയുമോ, ഗവൺമെൻറ്റിന് കഴിയുമോ എന്നുള്ളതാണ് വിഷയങ്ങളൊക്കെ തന്നെ. അല്ല, ഈ കമ്മിറ്റികളും റിപ്പോർട്ടുകളും സർക്കാരിൻ്റെ തീരുമാനങ്ങളും ഒക്കെ വരും. പക്ഷേ അനുഭവത്തിൽ നിന്ന് പഠിക്കുക എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. ആ റിപ്പോർട്ടിനനുസരിച്ചല്ലോ പ്രകൃതി പ്രവർത്തിക്കുന്നത്. നമുക്ക് മുമ്പ് സാറ് സൂചിപ്പിച്ച പോലെ നിരന്തരമായി ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ നിരവധിയായിട്ടുള്ള ഭൂകമ്പങ്ങൾ, ഭീകരമായ വെള്ളപ്പൊക്കം, ഇതെല്ലാം സംഭവിച്ചിട്ടും അതിനൊക്കെ അവിടെ അടയാളപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ ഭൂകമ്പത്തിൽ പോയ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ മലയിടിച്ചിൽ പോയത്, ഉരുൾപൊട്ടലിൽ പോയത്, പ്രളയത്തിൽ പോയ സ്ഥലങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള താലൂക്കുകളെയാണ് ഏറ്റവും ഗുരുതരമായിട്ട് ബാധിച്ചതെന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി സെൻസിറ്റീവ് സോണിലെ നമ്പർ 1ലാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പം ഗാഡ്ഗിൽ പറഞ്ഞത് ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ നമ്പർ 1ലും 2ലുമാണ് ഈ കഴിഞ്ഞ പ്രളയകാലത്തും പിന്നീടുണ്ടായ സംഭവങ്ങളിലെല്ലാം തന്നെ പല താലൂക്കുകളിൽ വളരെ ഇപ്പം നമ്മൾ സംഭവിച്ചിരിക്കുന്ന വൈത്തിരി, മാനന്തവാടി, അതുപോലെ തന്നെ ബത്തേരി താലൂക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എക്കണോമിക് സോണിൽ 1ൽ ഇക്കോളജിക്കൽ സോണിൽ 1ൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് പറയുമ്പോൾ ഉടനെ ആൾക്കാർ ചോദിക്കുന്നത് അതിന് ഗാഡ്ഗിൽ എന്താ ശാസ്ത്രജ്ഞനാണോ ഗാഡ്ഗിൽ ശാസ്ത്രജ്ഞനാണോ എന്നുള്ള അല്ലല്ലോ ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള പ്രശ്നം. അനുഭവം നമുക്ക് എങ്ങനെ വരുന്നു, എന്നിട്ടും അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് രാഷ്ട്രീയ
സംപ്രഭുത്വമുള്ള ജനതയാണ്. ഇത്തരം വിഷയങ്ങളെ നമ്മൾ ഇങ്ങനെ ഇതിനെ പറയുന്നതിന് പകരം എല്ലാ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിരിക്കുന്ന പഠനങ്ങളൊക്കെ തന്നെ ഇതിനെ 3 കാര്യങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന്, കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ആ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഒന്നാണ്. അതൊന്നും കേരളത്തിൽ മാത്രമുള്ളതല്ല. അതുകൊണ്ട് കേരളത്തിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെ മാത്രം നമ്മൾ അതിനകത്ത് വേർതിരിച്ച് നിർത്താനൊന്നും കഴിയില്ല. ആഗോളതലത്തിൽ തന്നെ ഒക്കെ വന്നിരിക്കുന്ന ഒരു വിഷയം. രണ്ടാമത്തെ, ഇങ്ങനെ ഇതിൽ നിന്നുണ്ടാകുന്ന അന്തരീക്ഷ താപനത്തിൻ്റെ മാറ്റങ്ങൾ, അന്തരീക്ഷത്തിലെയും അതുപോലെ മൊത്തം ഉണ്ടായിരിക്കുന്ന ആഗോളതലത്തിലെ താപനം ഉണ്ടായിരിക്കുന്ന അതിൻ്റെ മാറ്റങ്ങൾ, ഈ 2 കാര്യങ്ങളെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ 2 കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, സംശയമില്ല. അത് കഴിഞ്ഞ ദിവസം മറ്റേ KFRAയുടെ സയൻറ്റിസ്റ്റ് ആയിരിക്കുന്ന ഡോക്ടർ സജീവൻ്റെ ഒരു ഇതാണ്. സജീവൻ പറഞ്ഞൊരു കാര്യം, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ വിഷയങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ പുതിയ വൈറസുകൾ ഇങ്ങനെ വരുന്നുണ്ട്, പുതിയ പനികൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാൽ ഇപ്പം ഡയബറ്റിക് ആയിരിക്കുന്ന ഒരാളിന്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ക്രോണിക് ആയിരിക്കുന്ന ഒരു അസുഖമുള്ള ഒരാൾക്ക് അത് കൂടുതൽ ബാധിക്കുന്നു. കൂടുതൽ ബാധിച്ചു കഴിഞ്ഞാൽ അവർ വളരെ കാഷ്വാലിറ്റി, ചിലപ്പോൾ മരണത്തിന് പോലും ഇടയാവുന്നു. ഇതൊന്നുമില്ലാത്ത സമ്പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊന്നും ബാധിക്കത്തില്ല. അപ്പം സമ്പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് സമ്പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ഭൂമിയും ഭൂമിയുടെ മണ്ണും അവിടെയുള്ള പ്രതലവും ഒക്കെ തന്നെ. ഇങ്ങനെ സമ്പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മേഖലയാണ് നമ്മുടെ പശ്ചിമഘട്ടമെങ്കിൽ, കേരളമെങ്കിൽ, ഇങ്ങനെ ചെറിയ ചെറിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ അതിലുണ്ടായിരിക്കുന്ന അന്തരീക്ഷ താപനത്തിലുള്ള മാറ്റങ്ങളൊന്നും കേരളത്തിന്റെ പരിസ്ഥിതിയെയോ കേരളത്തിന്റെ ഈ ഭൂപ്രകൃതിയെയോ ഒന്നും അത് ബാധിക്കില്ല. അപ്പം ഇതിനെ ബാധിക്കാനുള്ള ചില ഘടകങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചു. അപ്പൊ അങ്ങനെയാണ് വരുത്തി വെച്ച ചില ദുരന്തങ്ങൾ. അതാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നതാണ് സംഭവിക്കുന്നത്. ആരും ഉണ്ടാക്കി പ്രത്യേകമായിട്ട് വരുന്നില്ലെങ്കിൽ, പക്ഷേ നമ്മൾ വരുത്തി വെച്ചില്ലെങ്കിൽ നമ്മൾ ആരും കുറ്റം പറയുന്നില്ല. ചിലരൊക്കെ അതിനകത്ത് ആസൂത്രിതമായിട്ട് ഇതിന് ഇടപെട്ടിട്ടുണ്ട് എന്ന് നമ്മളല്ല പല തലത്തിൽ തന്നെ അതിൻ്റെ പഠനങ്ങൾ വ്യക്തമാണ്. വളരെ ആസൂത്രിതമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിന് വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ചും ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയൊക്കെ രൂപം കൊള്ളുന്നത് തന്നെ കൃത്യമായിരിക്കും ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമുക്കറിയാം മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെയാണ് വയനാട്ടിലെ ഇപ്പം നമ്മുടെ മറ്റേ ഫോറസ്റ്റ് ഓഫീസ്, താമരശ്ശേരിയിലെ ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചു. വ്യാപകമായ രീതിയിൽ ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പ്രചരണം വന്നു. അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും കൂടി. തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഇവർ പ്രചരിപ്പിക്കുന്നത്? ഇവർ പാവപ്പെട്ടവനെയാണ് മുന്നിൽ നിർത്തുന്നത്, കർഷകനെ മുന്നിൽ നിർത്തുന്നു, കുടിയേറ്റ കർഷകനെ മുന്നിൽ നിർത്തുന്നു. നിങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ജൈവ കൃഷിയാണ് ഉണ്ടാവാൻ പോകുന്നത്, കന്നുകാലികൾ വളർത്താൻ പറ്റത്തില്ല, നിങ്ങളെ ഇവിടുന്ന് കുടിയിറക്കും. ഇങ്ങനെയൊക്കെ കടുവായും പുലിയെ ഇറക്കി വിട്ടിരിക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ തന്നെ അറിയാം ആരുടെ കയ്യിലേക്കാണ് സാധനങ്ങൾ പോകുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും നമ്മുടെ ആളുകളൊന്നും പഠിക്കുന്നില്ല, നമ്മളിതൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മളിതൊക്കെ ഏതാണ്ട് കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. ഗാഡ്ഗിൽ പറഞ്ഞത് തെറ്റാണ്, ഗാഡ്ഗിൽ പറഞ്ഞത് ശരിയെന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകർ മൗലികവാദികളാണ്, പരിസ്ഥിതി മൗലികവാദികളാണ്, തീവ്രവാദികളാണ്, അവർ ചരിത്രത്തെ പിറകിലേക്ക് കൊണ്ടുവരുന്നതാണ്. എന്തൊക്കെയാണ് അവരെയൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? പക്ഷേ ഇത്തരം ഒരു ഘട്ടത്തിലെങ്കിലും ഇങ്ങനെ ഏറ്റവും നിർണായകമായിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ കേരളത്തിലെ അതിജീവനം ഏറ്റവും നിർണായകമായൊരു സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ ജീവിക്കണോ വേണ്ടോ എന്നുള്ള പോലും ഇപ്പോൾ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം എവിടെ ഇരുന്നാളാണ് കേരളത്തിലെ ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഏത് പ്രദേശത്താണ് തീവ്രമഴ ഉണ്ടാവാതിരിക്കുക, ഏത് പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ള ആശങ്കയിലാണ് കേരളത്തിലെ ആളുകൾ. അപ്പോൾ ആരാണിത് ചെയ്യേണ്ടത്? കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കേണ്ടത്, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ഉറപ്പാക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ആക്ഷേപിക്കലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ പറയുന്ന നല്ല കാര്യങ്ങളുണ്ട് എന്നും ആ നല്ല കാര്യങ്ങളെ സ്വീകരിക്കാൻ കഴിയണമെന്നുള്ള ചിന്തയാണ് ഉണ്ടാവേണ്ടത്. ഇതിന് പരസ്പരമുള്ള സാധനത്തിന് വരെ സർക്കാരിൻ്റെ മേലും നമ്മൾ സമ്മർദ്ദം ചെലുത്തുകയാണ് വേണ്ടത്. സാറേ, ഗാഡ്ഗിൽ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യം, ഈ റിപ്പോർട്ട് ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും എല്ലാ പ്രാദേശിക ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇത് ജനങ്ങളെ കൊണ്ട് വായിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു ഗവൺമെൻറ് അത് ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ, ജനങ്ങൾ കേട്ടത് മുഴുവൻ മുമ്പേ പറഞ്ഞ പോലെ മാഫിയകൾ പ്രചരിപ്പിച്ച, സാറിപ്പം പറഞ്ഞ പോലെയുള്ള മാഫിയകൾ പ്രചരിപ്പിച്ച ക്വാറി മാഫിയയും അതുപോലെ തന്നെ ഈ പറയുന്ന വിവിധ മാഫിയകൾ, വനം മാഫിയ അടക്കമുള്ള ആളുകൾ പ്രചരിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അതിന് പള്ളിപ്പട കൂട്ടുവെച്ച് തരികയും ആ തരത്തിലുള്ള പ്രചാരണമാണ് നടന്നത്. ഇന്നും കേരളത്തിലെ ഗവൺമെൻറ്റോ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ
പരിസ്ഥിതി സംഘടന ഒഴിച്ചുള്ള ഏതെങ്കിലും പ്രസ്ഥാനം ഗാഡ്ഗിൽ റിപ്പോർട്ട് വായിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതൊരു സത്യമല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആകെ ഇപ്പം അന്ന് ഗാഡ്ഗിൽ പറഞ്ഞതിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലായിരുന്നു ഈ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ വന്നപ്പോൾ ജനകീയാസൂത്രണം അധികാര വികേന്ദ്രീകരണം എന്നുള്ള സംഗതി അത് പൂർണ്ണമായിട്ട് വന്നപ്പോൾ ഗാഡ്ഗിൽ അതിനകത്ത് റെക്കമെൻഡ് ചെയ്ത് കേരളത്തിൽ ഇത് ഓരോ ഗ്രാമസഭകളിലും ചർച്ച ചെയ്യണം. ഈ ഇതിനകത്ത് പ്രത്യേകിച്ചും വയനാട് മേഖലയിലും ഇടുക്കി ജില്ലയിലും ഉണ്ടായിരുന്ന ഓരോ വാർഡുകളിലുണ്ടായിരുന്ന ഗ്രാമസഭകളിൽ ഈ കാര്യങ്ങൾ റെക്കമെൻഡ്. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ പറയാൻ പോകണ്ട, നിങ്ങളുടെ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്ത്, അതാ ഗാഡ്ഗിൽ പറഞ്ഞത്, നിങ്ങളുടെ അനുഭവം നിങ്ങൾ ഷെയർ ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ഒരു 20,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു 4 നില കെട്ടിടം വന്നിരിക്കുന്നത് ഇവിടുത്തെ നാട്ടിൽ എന്ത് ഗുണമാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും കോറികൾ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ അങ്ങനെ ഓരോ ഞാൻ മനസ്സിലാക്കിയത് വയനാട് ജില്ലയിൽ പടിഞ്ഞാറേത്തറ പഞ്ചായത്ത് മാത്രമാണ്, പഞ്ചായത്തിലെ 3 വാർഡുകൾ ഞാനവിടെ സന്ദർശിക്കാം, അവിടുത്തെ 3 വാർഡുകൾ ആ ഗ്രാമസഭകളിൽ ആകെ കേരളത്തിൽ ഇത് ചർച്ച, അതോടുകൂടി സംഭവം നിർത്തി. ഇനി ആരും ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഇത് ചർച്ച ചെയ്യുന്ന അപകടമാണ്. കാരണം ജനം ഇതിൻ്റെ വസ്തുതകളും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതേപോലുള്ള സാധനത്തിനെ ജനം ചോദ്യം ചെയ്യും. അവൻ്റെ മൂക്കിന് താഴെ കൊണ്ടുവച്ചിരിക്കും. സോഷ്യൽ ഓഡിറ്റ് എന്നുള്ള ഒരു വിഷയം കൃത്യമായിട്ട് ഇതെല്ലാം ഒഴിവാക്കുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഈ വിഷയങ്ങളൊക്കെ വന്നത്. അപ്പം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കി കാണുമ്പോൾ കേരളത്തിൻ്റെ രീതി, പിന്നെ എപ്പോഴും കേരളത്തിലെ കുറിച്ച് അല്ല ഇവർക്കൊന്നും, ഇവരെല്ലാവരും എന്തിനാണ് ഇങ്ങനെ പടിഞ്ഞാറോട്ട് മാത്രം നോക്കിയിരിക്കുന്നത്? കേരളത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ഇവർ ഇത് മാത്രം നോക്കിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ചെയ്യുന്ന പ്രക്രിയകളെല്ലാം ഇവിടെ ഉണ്ട്. അവരിവിടെ വന്നിരിക്കുന്നത് കേരളം കാണാനാണ്, കേരളത്തിൻ്റെ തണുപ്പും കേരളത്തിലെ ചോലകളും കേരളത്തിലെ സമശീതോഷ്ണാവസ്ഥയും ഒക്കെ ആസ്വദിക്കുന്നതിനാണ് കേരളത്തിലൂടെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ നിലനിർത്തണ്ടേ? ഇനി കേരളീയക്കാരെ വിട്ടേക്ക്, അവരെവിടെയെങ്കിലും പോകട്ടെ. അതേസമയം നിങ്ങൾ കാശുണ്ടാക്കാനാണ് പരിപാടി ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇതൊക്കെയാണ് ആവശ്യം. പണ്ട് സാമൂതിരി പറഞ്ഞ തിരുവാതിര ഞാറ്റുവേല പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ പ്രളയം 2018 പ്രളയത്തിന് ശേഷം ഓരോ ഘട്ടം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കേരളത്തിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അല്ല സാറേ, സാറെ പ്രളയം പറഞ്ഞുകൊണ്ട് ഈ 2018 പ്രളയം ഉണ്ടായിട്ട്, അതായത് 100 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഏറ്റവും ഭീകരമായ പ്രളയം ഉണ്ടായി. അന്ന് അത് ഏറ്റവും കൂടുതൽ ബാധിച്ച 14 മേഖലകളിൽ 11 മേഖലയും ഗാഡ്ഗിൽ സെൻസിറ്റീവ് സോൺ എന്ന് പറഞ്ഞ 1ാം സോണിലായിരുന്നു സംഭവിച്ചത്. എന്നിട്ട് പോലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ല അത്തരം ആളുകൾക്കോ ഈ ഗാഡ്ഗിൽ പറഞ്ഞത് ഇത്രമാത്രം ഒരു ഇത്ര പ്രവചനാത്മകമായ ഒരു കാര്യമാണ് പറഞ്ഞതെന്നും ഇനി കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടാകുമായിരുന്നു. ഇത്ര സംഭവം ഉണ്ടാകുമായിരിക്കാം, പക്ഷെ ഇത്ര രൂക്ഷമായിട്ട് സമീപിക്കുമായിരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ 18 ശേഷം ഉണ്ടായിരിക്കുന്ന ലാൻഡ് സ്ലൈഡുകളുടെ എണ്ണവും ലാൻഡ് സ്ലൈഡുകളുടെ രീതികളും ശാസ്ത്രീയമായിട്ടൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും, ഉദാഹരണം മലപ്പുറത്ത് കവളപ്പാറയുടെ ചുറ്റിനുണ്ടായിരിക്കുന്ന കോറികളുടെ എണ്ണം, അവിടെ ഉണ്ടായിരിക്കുന്ന കോറികളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിയുമ്പോൾ അവിടുത്തെ ജലശേഖരം, ഈ കോറികൾ ഉണ്ടാക്കിയിരിക്കുന്ന കോറികൾ വന്നതിന് ശേഷം അതെല്ലാം പിന്നീട് ഉപേക്ഷിച്ചു പോയി. അതെല്ലാം നിർമ്മാണങ്ങൾ ഉപേക്ഷിച്ച് വലിയ ഗർത്തങ്ങൾ അവിടെ രൂപീകരിച്ചിരിക്കും. ഇതിനകത്തെല്ലാം വെള്ളം കളക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഭൂതലത്തിലേക്കുണ്ടായിരിക്കുന്ന മരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അന്ന് സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന സാധനമാണ് കവളപ്പാറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ മരങ്ങൾ കൂടുതലും നമ്മുടെ ഈ പ്ലാന്റേഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ റബ്ബർ മരങ്ങളാണല്ലോ, അതെല്ലാം ഫ്ലോട്ട് ചെയ്ത് അതെല്ലാം വെട്ടിമാറ്റി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കുറ്റി അവിടെ നിന്ന് ദ്രവിച്ചു കഴിയുമ്പോൾ വേരുകൾ എല്ലാം പതുക്കെ ദ്രവിക്കുകയാണ്. അപ്പോൾ ഈ മണ്ണിലേക്കാണ് വെള്ളം താഴോട്ട് ഇറങ്ങിപ്പോകുന്നത്. ഈ വെള്ളം എവിടെ ചെന്ന് കളക്ട് ചെയ്യുന്നു? വേരില്ലാതെ ആയി കഴിഞ്ഞാൽ താഴെ ഉണ്ടായിരിക്കുന്ന പാറയുമായിട്ടുള്ള ബന്ധം മണ്ണിന് വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത്. അത് കൂടുതൽ ശക്തിയായ രീതിയിൽ മുകളിൽ നിന്ന് വരുന്ന താഴേക്ക് വരുന്ന ഈ വെള്ളം താഴോട്ട് ഇറങ്ങി വരുന്നതിനെ മണ്ണ് അപ്പാടെ അവിടുന്ന് അടർന്നു മാറുകയാണ്. ഇതൊന്നും വലിയ രീതിയിലേക്ക് ശാസ്ത്രജ്ഞനൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതിലൂടെ നടന്നു പോകുന്ന സാധാരണ കർഷകൻ ഇതൊക്കെ അറിഞ്ഞൂടെ? അവനാണ് ഇത് ആദ്യമായിട്ട് പറയുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ തന്നെ. എന്നിട്ട് നമ്മൾ എന്താ ഇതിനെ ഇങ്ങനെയൊക്കെ തന്നെ കാണുന്നത്? അതുപോലെ ഇപ്പം നമ്മൾ പെട്ടിമുടി ദുരന്തം 20 പേരോളം മരിച്ചു. പെട്ടിമുടിയിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിന്റെ തൊട്ടു മുകളിലാണ്
അതിൻ്റെ മുകളിൽ തന്നെയാണ് അവിടെ ഏക്കർ കണക്കിന് ഭൂമിയാണ് മരം വെട്ടി അവിടെ എല്ലാം ഒരു സമതല പ്രദേശമായിട്ടിരിക്കും. അന്ന് അത് ചെയ്യുമ്പോൾ തന്നെ ഇടുക്കി ജില്ലയിലെ പല പ്രവർത്തകരും മൂന്നാറിലെ പല പരിസ്ഥിതി സ്നേഹികളൊക്കെ പറഞ്ഞു ഇത് അപകടമാണ്, കാരണം അവിടെ വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളത്തിന് തങ്ങി നിൽക്കാൻ പറ്റില്ല, അത് ഭൂമിയിലേക്ക് ഇറങ്ങും, അവിടെയുള്ള മണ്ണെല്ലാം കംപ്ലീറ്റ് ഒലിച്ചു പോകും. അത് ഈ പറഞ്ഞിരിക്കുന്ന പെട്ടുമുടി ദുരന്തം നടന്നതിൻ്റെ ഏതാണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ്. അതൊന്നും ആരും കേട്ടില്ല. ഇത്തരം മുന്നറിയിപ്പുകൾ, അതുപോലെ ഹോം സ്റ്റേകൾ, ഈ കൃത്രിമ തടാകങ്ങൾ, ഇതെല്ലാം ഈ മലമുകളിലാണ് ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ? അന്ന് ഈ നമ്മൾ പറയുമ്പോൾ സമതലത്തിൽ ഇപ്പോൾ UAE അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ മഴ പെയ്യുന്നു, ആ മഴ പെയ്യുന്നതിന് ഇപ്പം ബോംബെയിൽ വെള്ളം വീഴുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ക്രമാതീതമായ രീതിയിൽ ഒരേ സ്ട്രെച്ചിൽ, നേരത്തെ ഇതിനകത്ത് മാധവ് പറഞ്ഞിരിക്കുന്ന 6 മണിക്കൂർ കൊണ്ട് പെയ്യേണ്ട മഴ, തുള്ളി തുള്ളിയായിട്ട് വരുന്ന ചാറ്റമഴ അരമണിക്കൂർ കൊണ്ട് പെയ്താൽ എങ്ങനെ ഇരിക്കുന്നു? സ്വാഭാവികമാണ്. ഇത് തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തിൻ്റെ ഒരു ഭാഗം. ഇതുകൊണ്ടാണ് പല സ്ഥലത്തും വെള്ളപ്പൊക്കം വരുന്നത്. പക്ഷേ ഈ വെള്ളപ്പൊക്കം വരുന്ന സ്ഥലത്ത് ഇവരൊക്കെ പറഞ്ഞു നോക്കട്ടെ, സൗദി അറേബ്യയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടോ? ഇല്ല. ഇവൻ പറയുന്ന ഈ സംഭവത്തിന് പറഞ്ഞിരിക്കുന്നത് ലാൻഡ് സ്ലൈഡ് പാറയുള്ളിടത്ത്, മലയുള്ളിടത്ത്, മലയിൽ ഇതുപോലെ തന്നെ ആഘാതങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവിടെ ഒഴുകി വരുന്ന, അതിലൂടെ ഭൂമിയിലേക്ക് വരുന്ന, ഭൂമിയുടെ അടിയിലേക്ക് വരുന്ന പ്രശ്നമാണുള്ളത്. ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ആ കാര്യമൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതെല്ലാം ഇപ്പം പലരും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ഇപ്പം ഗവൺമെന്റിന്റെ വാക്താക്കളാണല്ലോ മറ്റേ മുരളി തുമ്മാരകുടി, സർക്കാരിന്റെ, അതുപോലെ തന്നെ ഡോക്ടർ ഫെയ്സി, ഇവരൊക്കെ തന്നെ അന്ന് ഈ കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ശാന്തരായി, അവർ പിന്നെ മിണ്ടാന്തയായി, കാരണം പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്ന് വിചാരിച്ചു, അവരതെല്ലാം നിർത്തിവെച്ചു. അപ്പൊ ഇപ്പോൾ സർക്കാരിന്റെ പരിസ്ഥിതി രംഗത്തിന്റെ ഉപദേഷ്ടാവാണ് ഈ തുമ്മാരകുടി സാറേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഒത്തിരി തരത്തിലേക്കുള്ള പഠനമെല്ലാം നടത്തിയിട്ടുള്ളത്. ഫെയ്സി ആണെങ്കിലും അതുപോലെ UNDPയുടെ പഠനമെല്ലാം നടത്തിയിട്ടാണ് ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ. പക്ഷേ അതൊന്നും അംഗീകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഭരണകൂടം ചെയ്യുന്നെങ്കിൽ ആര് പറഞ്ഞാൽ എന്താ, എന്ത് പറഞ്ഞാൽ എന്താ? അല്ല, സാർ പറഞ്ഞാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് മാത്രമല്ല, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പകുതിയോളം ഭൂമി, അതായത് 19,301 ചതുരശ്ര കിലോമീറ്ററോളം മണ്ണ് വളരെ പെട്ടെന്ന് ഇടിഞ്ഞു പോകാൻ സാധ്യതയുള്ള മണ്ണാണ് എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അതിന് റിപ്പോർട്ടുണ്ട്. അപ്പം ഗാഡ്ഗിൽ പറഞ്ഞൊന്നുമല്ല. ഈ മണ്ണ് ഇടിഞ്ഞു പോകാനുള്ള പ്രവൃത്തികളാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ പ്ലാന്റേഷൻ മേഖലയിൽ നടക്കുന്നതും അശാസ്ത്രീയമായ കൃഷികൾ കൊണ്ടും ഹോം സ്റ്റേ കൊണ്ടും അതുപോലെ ഈ പറയുന്ന തടയണകൾ കിട്ടുന്നതും ഡാം കിട്ടുന്നത് വഴിയും അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത്. അതൊരു ശാസ്ത്രീയമായ നിഗമനമല്ലേ? അതെ അതെ. അതിനെ എന്തിനാണ് എതിർക്കുന്നത്? ഏത് അർത്ഥത്തിലാണ് അതിനെ എതിർക്കുന്നത്? ഇപ്പോൾ നമ്മൾ പഴയ പശ്ചിമഘട്ട രക്ഷായാത്ര നടത്തിയപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ സ്ഥലത്തും അവിടെയുള്ള ജനങ്ങൾ അവരുടെ കൺമുമ്പിലുള്ള അവരുടെ ഏറ്റവും മൂക്കിന് താഴെയുള്ള കോറികളെക്കുറിച്ചാണ് അവരൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പം കൊല്ലം ജില്ലയിലാണ് ഈ വെളിയം പഞ്ചായത്തിൽ 82 കോറികൾ, ഒറ്റ പഞ്ചായത്തിൽ 82 കോറികൾ പ്രവർത്തനം അന്നുണ്ടായിരുന്ന ഏകദേശം 40-ലധികം, ബാക്കി പലതും പ്രവർത്തനം നിർത്തിവെച്ചു. നമ്മൾ പറയുന്നത് വലിയ വെള്ളക്കെട്ടുകളായിട്ടാണ് ഇവിടെ ഇതെല്ലാം രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങോട്ടാണ് പോവുക? ഇപ്പം ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും ഇതിനെക്കുറിച്ച് പഠനം, നമ്മളൊന്നും ശാസ്ത്രജ്ഞന്മാരല്ല, പക്ഷേ ശാസ്ത്രജ്ഞന്മാരോ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത് പറയുന്നതോ നമ്മൾ അംഗീകരിക്കണ്ടേ? നമ്മുടെ ആളുകളൊന്നും അംഗീകരിക്കണ്ടേ? ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് പറയുന്നതാണെങ്കിൽ ഇതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടതെന്ന് ഈ രീതിയിലാണ്. ഇപ്പം എന്തോ ഒന്ന് പരീക്ഷ ഇവിടെ എല്ലാം തീരുമാനിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. എനിക്ക് മനസ്സിലായി, രാഷ്ട്രീയ പാർട്ടികളാണ് എല്ലാം തീരുമാനിക്കുന്നത്. സാറേ, ആവർത്തിച്ചൊരു ശാസ്ത്ര മേഖല ആവർത്തിച്ചൊരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്ന ഒരു കാര്യത്തിന് ആരാണ് പിന്നെ മുഖവരിക്ക് കൊടുക്കേണ്ടത്? അത് ഒന്നുകിൽ ഗവൺമെൻറ് കൊടുക്കണം, ഇല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്നില്ല, ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കാനുള്ള പരിപാടികൾ ഉണ്ടാവണം. അതിന് പേര് ഇങ്ങനെ നമ്മളതല്ലാതെ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ആര് പറഞ്ഞാലും അതിനെ ഇങ്ങനെ വിശകലനം ചെയ്യുന്നത്, അശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത് അവരെ മോശക്കാരായിട്ട് കാണുന്നത്. എത്ര നാളെ കേരളം ഇങ്ങനെ പോകുന്നത്? അതാണ് മനസ്സിലാവാത്ത ഒരു കാര്യം. ഇപ്പം ഇന്ന് നമ്മളീ പറയുന്നതൊക്കെ പോട്ടെ, ഇന്ന് ഞാൻ വെളിയിൽ, അതായത് അമേരിക്ക അല്ലെങ്കിൽ UK പോലെ സ്ഥലങ്ങളിൽ നിന്നും വന്ന ഒരു 3-4 പേരെ സാറേ, ഒരാൾ പോലും, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോലും കേരളത്തിൽ അവർക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല.
കേരളത്തിൽ എങ്ങനെ നമ്മൾ ജീവിക്കും? അവിടെ മഴയുണ്ട്, അവിടെ തണുപ്പുണ്ട്, പക്ഷേ ഇതൊന്നും അവിടെ ഇല്ല കേരളത്തിൽ. പക്ഷേ അവർ പറയുന്നത് കേരളത്തിൽ എങ്ങനെ നമ്മൾ ജീവിക്കും, നമുക്ക് ആശങ്കയുണ്ട്. പിള്ളേരൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചിങ്ങോട്ട് വരാനുള്ള വിഷയമില്ല. പക്ഷേ അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇംഗ്ലണ്ടിനെ പോലെയോ അമേരിക്കയെ പോലെയുള്ള കേരളത്തിൻ്റെ ഡൈവേഴ്സിറ്റി, ഈ കേരളത്തിൻ്റെ ഡൈവേഴ്സിറ്റിയാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം. ഇവിടെ നാനാതരത്തിലുള്ള മരങ്ങളുണ്ട്, നാനാതരത്തിലുള്ള ജീവികളുണ്ട്, നാനാതരത്തിലുള്ള കാലാവസ്ഥയുണ്ട്. ഇപ്പം ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്ന വെയിൽ, നാളെ മഴ കിട്ടുന്നു, മറ്റന്നാൾ തണുപ്പ് കിട്ടുന്നു. ഇങ്ങനെ ഓരോ രീതിയിലുണ്ടായിരിക്കുന്ന കാലാവസ്ഥയുടെ മാറ്റങ്ങൾ, ഇതിലൂടെ ജീവിക്കുന്ന ഒട്ടേറെ ജൈവ മേഖലകളുണ്ട്. ഈ മേഖലയിൽ ആർക്കും വേണ്ടാത്ത വളരെ അപ്രധാനമായ ഒരു സ്ഥാനമാണ് മനുഷ്യനുള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ബാക്കിയൊക്കെ അങ്ങ് പൊക്കോളും. തീരെ അപ്രധാനമായ ഒരു സ്ഥാനം തന്നെയാണ് മനുഷ്യനുള്ളത്. പക്ഷേ ഇതിനെ എല്ലാം മനുഷ്യൻ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റിയെ നമ്മൾ അംഗീകരിക്കുന്നതിനും ആ ഡൈവേഴ്സിറ്റി ഇവിടെ നിലനിന്ന് പോകാനും അത് പരിഭാവനമായിട്ട് നിലനിന്ന് പോകാനും നമ്മൾ ശ്രമിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും ഒരു ജൈവ പ്രകൃതിയെ ഒന്നും നമ്മൾ ആക്ഷേപിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല സാറേ. എനിക്ക് ശരിക്കും ഈ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ആളുകൾ ഇങ്ങനെ ഒരു വളരെ ചിരിയാണ് വരുന്നത്. എത്രയോ നാളുകൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു, എത്രയോ നാളുകൾ ഇത് ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇപ്പം കേരളത്തിന് തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഇങ്ങനെ പാടിയും പറഞ്ഞും ഒക്കെ എത്ര ആളുകൾ നമ്മൾ പരിഷത്ത് വർഷങ്ങളോളം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരിഷത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിഷത്തിന് ശബ്ദമൊന്നും പുറത്ത് കേട്ടില്ല. ഇപ്പം കാണിക്കൽ റിപ്പോർട്ടിനെ കുറിച്ച് ഈ വയനാട് ദുരന്തത്തിന് ശേഷം പരിഷത്തിന്റെ വക്താക്കൾ ആരും തന്നെ രംഗത്തൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. കുറച്ച് നേരത്തെ നമ്മളൊക്കെ ശാസ്ത്രകലാ ജാഥയും മറ്റും നടത്തുന്ന സമയത്ത് പോലെ ഇങ്ങനെ വിലപിക്കുന്നവരല്ല അവര് കുറെ കൂടെ ഒരു ബുദ്ധിജീവികളാണ്. സർക്കാരിന്റെ ഭാഗത്താണ് അവർ. നമ്മളാണിങ്ങനെ നമ്മളിത് കാണുമ്പോൾ നമുക്കിങ്ങനെ സങ്കടം വരികയും നമ്മളത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമ്മൾ പറയുക. അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചും നമ്മളതിനെ മനസ്സിലാക്കി. നമ്മളൊരു ജനപക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്നവർക്ക് ഇഷ്ടമല്ല, ഭരണപക്ഷത്തിൽ നിന്ന് സംസാരിക്കണം. അതാണ് പ്രശ്നം. ഇതാണ് ഈ ആക്ഷേപത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഭരണപക്ഷത്തിന്റെ അല്ല സർക്കാരിന്റെ രാഷ്ട്രീയ പാർട്ടികളെ താല്പര്യത്തിനനുസരിച്ച് വേണം ശാസ്ത്രജ്ഞന്മാർ സംസാരിക്കാൻ എന്നുള്ള ഒരു നിലപാടിലേക്കാണ് വരുന്നത്. മാത്രമല്ല ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു വിഷയം ഇങ്ങനെ വളരെ ക്രിട്ടിക്കലായ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ സർക്കാരിനെ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം എല്ലാവരും സഹായിക്കേണ്ട സമയമാണ്. ഇപ്പം നമ്മൾ പരമാവധി സഹായം ചെയ്യുക, കാശുണ്ടാക്കി എന്നുള്ളതാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കുറ്റം പറയുക എന്നുള്ളതല്ല, വസ്തുതകൾ. പക്ഷേ സാറേ എത്രയോ വർഷങ്ങളായി കാര്യം പറയും. ഇപ്പോൾ കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ വയനാട്ടിലെ മാത്രം എടുത്താൽ ഏതാണ്ട് 62% വനനശീകരണം വയനാട്ടിൽ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വയനാട്ടിൽ നിരന്തരമായി വനനശീകരണവും ഈ പറയുന്ന പോലെ തന്നെ കാറുകളും ഹോം സ്റ്റേകളും ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ലേക്സും പിന്നെ ഈ പറയുന്ന വൈകുന്നേര കെട്ടിടങ്ങളും ഇങ്ങനെ നിരന്തരമായി വരുമ്പോഴെല്ലാം ശാസ്ത്രബോധമുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴീ സംഭവിച്ചിരിക്കുന്നതും അത്തരമൊരു ഇക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ സംഭവിക്കുമ്പോഴും എന്തെങ്കിലും ഒരു പുനർചിന്തനത്തിൻ്റെ ആവശ്യമില്ലേ? ഇപ്പോൾ അവർ പറയുന്നു മഴ പെയ്തു, ശരിയാണ്. 527 മില്ലിമീറ്റർ മഴയാണ് മുണ്ടക്കയിൽ പെയ്തത്. എന്തുകൊണ്ടാണ് മഴ ഉണ്ടായെന്ന് വെച്ചാൽ അറബിക്കടലുണ്ടായ ചൂട് കൊണ്ടുള്ള പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് വടക്കൻ കേരളത്തിൽ നിരന്തരമായി മഴ പെയ്തെന്നൊക്കെ ശരിയാണ്. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നു, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന വയനാട്ടിലെ ഇത്തരം പ്രദേശങ്ങളിൽ മാത്രം ആവർത്തിച്ച് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ഉത്തരവാദിത്തം ഇല്ല എന്നാണ് എൻ്റെ ചോദ്യം. കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ വന്നതാണ്. അതായത് ഈ ചൂരൽമലയുടെ ചുറ്റിനുമുള്ള 20 കിലോമീറ്റർ ചുറ്റളവിൽ 11 കോറികളുണ്ടെന്നാണ് പറയുന്നത്. 11 കോറികൾ. അപ്പം അറ്റ്ലീസ്റ്റ് ഇതെന്തുകൊണ്ട് ഇതുണ്ടെന്ന് നമ്മളിങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ശാസ്ത്രമേഖല ഈ കോറികളുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ അനുഭവമാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അതൊന്ന് ഒഴിവാക്കി നോക്കാൻ. ഇപ്പം കഴിഞ്ഞ ദിവസം ഡോക്ടർ സജീവ് കാര്യത്തെ കുറിച്ച് കോറികളൊന്ന് എന്തുകൊണ്ടാണ് നമ്മൾ സർക്കാരിൻ്റെ മേഖലയിലാക്കിക്കൂടെ? എത്രയോ നാളുകളായിട്ട് പശ്ചിമഘട്ട സംരക്ഷണ സമിതി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, കോറികളെല്ലാം സർക്കാർ ഏറ്റെടുക്കണം, സർക്കാരിൻ്റെ മേഖലയിലാക്കണം. 2 രീതിയിലുണ്ട്. ഒന്ന്, അങ്ങനെ സാധനം വന്നു കഴിയുമ്പോൾ സർക്കാരിന് വലിയ രീതിയിൽ ഖജനാവിലേക്ക് വലിയ നികുതി കിട്ടുകയാണ്. ഇപ്പം മദ്യനിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് സർക്കാരിന് സിവിൽ സപ്ലൈസ് വഴി കിട്ടുന്ന എത്ര കോടികളാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ കോറികളെല്ലാം സർക്കാർ പൊതുമേഖലയാവട്ടെ. അപ്പം എവിടെയൊക്കെ കോറികൾ വേണമെന്നുള്ള കാര്യം തീരുമാനിക്കാൻ ഏറ്റവും വിദഗ്ധരായിരിക്കുന്ന ഒരു ടീമിനെ ചുമതലപ്പെടുത്തി അവിടെയുള്ള സാധ്യതകൾ പരിശോധിച്ച്, ജൈവമായിരിക്കുന്ന സാധ്യതകൾ, ജിയോളജിക്കലായിരിക്കുന്ന സാധ്യതകളൊക്കെ പരിശോധിച്ച് സർക്കാർ ഇത് ചെയ്യട്ടെ. അങ്ങനെ വരുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും മാത്രമേ അവിടെ കോറിയിങ് നടത്താവുള്ളൂ. ജനങ്ങളുടെ ആവശ്യത്തിന് മാത്രം, ഡിമാൻഡ് അനുസരിച്ച് ചെയ്താൽ മതിയല്ലോ.
ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം, ജനങ്ങൾക്ക് നിർമ്മാണങ്ങൾക്ക് ആവശ്യമുള്ള സാധനം കൊടുക്കണം. അതൊന്നും നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ല. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ എത്രമാത്രം കൊടുക്കണം എന്നുള്ള കാര്യം സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഒരു പ്രശ്നമില്ലല്ലോ. ഇന്ന് കട്ടുമുട്ടിച്ചുകൊണ്ട് പോകുന്ന പ്രൈവറ്റ് മേഖല നടത്തിക്കൊണ്ട് പോകുന്ന ഈ 10,000-കണക്കിന് കോടി രൂപ സർക്കാരിന് സേവ് ചെയ്യാം. അപ്പം അതെല്ലാം കൂടി സർക്കാർ നടത്തിക്കൊണ്ടുപോയാൽ ചെയ്തില്ല. എന്താ സർക്കാർ ചെയ്യത്തില്ല എന്നുള്ള കാര്യം വേറെ താല്പര്യങ്ങളാണ്. അല്ല, അപ്പോൾ ഇത് ഗവൺമെൻറ്റിന് അറിയാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്ക് പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ അവർക്കൊക്കെ അറിയാം. നമ്മളെപ്പോലെ തന്നെ അവർ ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഇതൊക്കെ അവർക്കറിയാം. പക്ഷേ ചെയ്യാത്തതിൻ്റെ ഉദ്ദേശം മറ്റു പലതുമാണെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും, ശബ്ദിച്ചുകൊണ്ടിരിക്കും, പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും, സമരം ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു വലിയ ആഗോള പ്രതിഭാസമാണ്. അല്ലാതെ ഇന്ന് കേരളത്തെയോ അല്ല വയനാട് മാത്രം ബാധിക്കുന്നതല്ല. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള സൂചനകൾ ധാരാളം വന്നു കഴിഞ്ഞു. അടുത്തൊരു 2050-നകം ഒരുപക്ഷെ കൊച്ചി എന്ന് പറയുന്ന സ്ഥലം നഗരമില്ലാതെയായി പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാർബൺ ന്യൂട്രലായിട്ടുള്ള ഒരു അന്തരീക്ഷം, നമുക്ക് ശാസ്ത്രീയ അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് ആണ് അതിനെതിരെ ഒരു പ്രതിരോധമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ അനുഭവത്തിനിടയിലും കേരളത്തിലെ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കോ ഈ പറയുന്ന ഭരണകൂടത്തിനോ ഈ വരാൻ പോകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ നേരിടാൻ വേണ്ടി ഒരു അജണ്ട, ഒരു പരിപാടി അവർക്കാർക്കെങ്കിലും ഉണ്ടോ? അത് സാർ പറയുമ്പോൾ എനിക്ക് ചിരിയാണ്. കാരണം ഇതിനെതിരെ ബദൽ പരിപാടി വന്നു കഴിഞ്ഞിപ്പോൾ തന്നെ. മുമ്പ് നമ്മൾ പറഞ്ഞത് ഇതൊരു അനിവാര്യമായ മാറ്റമാണ് ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം വർഷങ്ങൾ 1000, 10,000 വർഷങ്ങൾ വരുമ്പോൾ ഭൂമിയുടെ തിരിച്ചിൽ, ഭൂമിയുടെ കറക്കത്തിലേക്കാണെങ്കിൽ ഭൂമിയുടെ ഗ്ലോബലി ഉണ്ടായിരിക്കുന്ന ചില ചരിവിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഇതൊക്കെ വരും. ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. നേരത്തെ പറയുന്നുണ്ടല്ലോ ഞാൻ ഈ കൽപ്പാന്ത കാലം എന്നൊക്കെ പറയുന്ന സംഭവം പോലെ തന്നെ ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് സംഭവം വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി അതുപോലെ കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് ഭൂമി ഇതുപോലെ വെള്ളത്തിലാകാം, നഷ്ടപ്പെട്ടു പോകാം, വീണ്ടും അവിടെ ജീവൻ തിരിച്ചു വരാം, സ്വാഭാവികമാണ്. അപ്പൊ നമ്മളൊന്നും തടഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ കോറി വേണ്ടാന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതൊക്കെ വരണ്ട, കാർബൺ ന്യൂട്രൽ ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പുതിയ ആർഗ്യുമെന്റ്, വളരെ രസകരമായിട്ടുള്ള ആർഗ്യുമെന്റും. അത് മുമ്പേ പറഞ്ഞ എല്ലാം സാർ വളരെ വലിയ ശാസ്ത്രജ്ഞന്മാരിത് പറയുന്നത് കേട്ടോ. അപ്പോൾ അവരും പറയുന്നുണ്ട് ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണ്, ഞങ്ങൾ ശാസ്ത്രമാണ് പറയുന്നത് എന്നുള്ള കാര്യം. ഇതിന് അനിവാര്യമായ ചില ഘടകങ്ങളുണ്ടെന്ന് എന്ന് പറഞ്ഞു വരുമ്പോൾ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അല്ല സാറേ പറഞ്ഞു വരുന്ന അവർ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മതപരമായ ഒരു കാഴ്ചപ്പാടിലേക്കാണ് വരുന്നത്. അല്ലേ? അല്ലാതെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടല്ല. നമുക്ക് എങ്ങനെയാണ് തടയാമെന്നുള്ളതല്ല പ്രശ്നം. എന്നിട്ട് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അല്പം സ്വത്രവും വിശ്വാസവും ഒക്കെ ആയിട്ട് എങ്ങനെയും ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാലം കഴിഞ്ഞു പോകാൻ വരും തലമുറയോ നമുക്ക് ഇവിടെ പ്രശ്നമല്ല, നമ്മൾ നോക്കേണ്ടതില്ല എന്നുള്ള രീതിയിലേക്കാണ് അതിൻ്റെ ഇത് പോകുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ആവർത്തിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, ഉണ്ടായേക്കാം. നമ്മൾ പറയുന്നില്ല, കാലത്തിൻ്റെ മാറ്റങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പ്രവചിക്കാൻ കാര്യമൊന്നുമില്ല. ശാസ്ത്രം അത്രമാത്രം ഈ കാര്യത്തിലൊന്നും റിസൾട്ട് ഉണ്ട്. പക്ഷെ അങ്ങനെ വരും എന്ന് വിചാരിച്ച് ഇപ്പോഴേ നമ്മൾ അതിനുവേണ്ടി എന്തൊരുക്കമാണ് നടത്തേണ്ടത്. മാത്രമല്ല സാർ മുമ്പ് പറഞ്ഞ പോലെ ഇത് നമ്മൾക്കല്ല, അടുത്ത തലമുറയ്ക്കാണെങ്കിലും നമ്മൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഇന്നലെ വരെ നമുക്കിവരെങ്ങനെ തന്നിരുന്നത്? ഇവർ ഈ ഭൂമിയെ പരിപാലനമായിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് മുൻ തലമുറ, നമ്മുടെ അച്ഛനോ അപ്പൂപ്പനോ അവരൊക്കെ എന്ന് പറയുക ഈ കൃഷി ഇവിടെ ചെയ്തു, അവരിവിടെ ജീവിച്ചു. ഒരു തരി ഭൂമി പോലും അവരിവിടുന്ന് കൊണ്ടുപോയില്ല. പക്ഷേ ഭൂമിയെ വളരെ സൂക്ഷ്മമായിട്ട് അവർ കാത്തു സൂക്ഷിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അത് അടുത്ത തലമുറയ്ക്ക് കൊടുത്ത്. അത്രമാത്രം വിചാരിച്ചാൽ മതി. ഇതെങ്കിലും അടുത്ത തലമുറയ്ക്ക് ഇതേപോലെ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക്. അത് പറയുമ്പോഴാണ് നമ്മൾ മൗലികവാദികളാവും. പരിസ്ഥിതി ഇത് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അത്രമാത്രം. അതാണല്ലോ മറ്റേ വരുമൊരു തലമുറയ്ക്ക് വേണ്ടി ഇത് കൈമാറേണ്ട, കരുതി വെക്കേണ്ട ഭൂമി എന്നുള്ള നിലയിലാണ്. അപ്പം ഇനിയും മരിക്കാത്ത ഭൂമി അല്ലേ? അതെ അങ്ങനെ. അപ്പം നമുക്ക് ഏതായാലും സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാം സാറേ. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കേരളം ഭീഷണി നേരിടുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം. നമ്മളൊക്കെ അവിടെ പോയി സമരം ചെയ്താൽ മുല്ലപ്പെരിയാർ ഡാം അല്ലെങ്കിൽ അതിനെതിരായ നടപടി ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് നമുക്കെല്ലാം പോയി സമരം ചെയ്താണ്. മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കകൾ കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് ഇതുണ്ട്. ഗവൺമെൻറ് പക്ഷേ ഒന്നുമുണ്ട്. പരിശോധന അത് കേന്ദ്രമാർ അവർ ഒന്ന് പരിശോധിച്ച് ഇവരൊന്ന് പരിശോധിക്കുക. അവർ സത്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം ഒരു ഭീഷണിയായി തന്നെ നിലനിൽക്കുന്നില്ലേ പാരിസ്ഥിതികമായി പറഞ്ഞാൽ? അത് പഠനം നടത്തിയിരിക്കുന്ന എല്ലാ പഠനങ്ങളും പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 50 വർഷം കഴിഞ്ഞിട്ടുള്ള ഇത്തരം ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യേണ്ടി 100 വർഷം കഴിഞ്ഞു. 100 വർഷം കഴിഞ്ഞു. 50 വർഷം കഴിഞ്ഞിരിക്കുന്ന എല്ലാ ഡാമുകളും അത് അന്താരാഷ്ട്ര തലത്തിലുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിയമമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ
അതിനുള്ള തയ്യാറെടുപ്പുകൾ അതാത് സ്ഥലങ്ങളിലെ ഭരണകൂടമാണ് നടത്തേണ്ടത്. ഇപ്പം ഇതിൻ്റെ സോഴ്സസ്, ഇപ്പം മുല്ലപ്പെരിയാറിലുണ്ടായിരിക്കുന്ന അത് കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ നമ്മളൊരു ജലവൈദ്യുതി പദ്ധതിയാണെങ്കിൽ വൈദ്യുതി അതിനകത്ത് എടുക്കുന്നത്, ഇതൊരു ഇത്ര വർഷം കഴിയുമ്പോൾ എന്താ നക്ഷത്രങ്ങൾ പോലും തമാദ്വാരത്തിലേക്ക് പോകുന്നു, അതിനൊന്നും ജീവിതമില്ലല്ലേ, അവസാനം ബ്ലാക്ക് ഹോളായിട്ട് പോകുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നതെല്ലാം. അതേപോലെ തന്നെയാണ് ഏതിനും ഒരു ലൈഫുണ്ട്, ഈ ഡാമിനൊരു ലൈഫുണ്ട്. ഇപ്പം നമ്മൾ നാളെ ഇത് പൊട്ടി ഇവിടെ എന്തെങ്കിലും വലിയ ദുരന്തം ഉണ്ടാകുന്ന അങ്ങനെ ഭീഷണി, പണ്ട് നമ്മുടെ ഒരു മന്ത്രി PJ ജോസഫ് എന്താ ഇത് പൊട്ടുന്ന കാര്യം ഭീഷണി ഓർത്തിട്ട് ഞാൻ ദിവസങ്ങളോളം ഉറങ്ങാതെ കിടന്നെന്നൊക്കെ പറയുന്നത്, അതല്ല ശരിക്കും ഉള്ളത്. ഇതിന്റെ ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി മുൻകൂട്ടി ഒരു ഓൾട്ടർനേറ്റീവ് ഏത് കാര്യത്തിനും വേണ്ടതാണ്. നമ്മൾ ഉടനെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് മെഷർമെന്റ് വേണം. ഇതല്ലാതെ മറ്റൊരു സാധനം ഉണ്ടാക്കുവാൻ മുൻകൂട്ടി നടപടികൾ സ്വീകരിച്ച് എന്നിട്ട് ഇതിനെ ജനങ്ങളെ ഇതിന്റെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവരെ ഈ കാര്യത്തിൽ നിർത്തി പിന്നെ അടുത്തൊരു പരിപാടി ഉണ്ടാവണം. അങ്ങനെ ഇതുണ്ടാവുമ്പോൾ തന്നെ വേറൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ഇട്ടേച്ചു പോകുക എന്നുള്ളതല്ല, ഇത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ അത് ഞാൻ പറയുമ്പോൾ നമ്മൾ ഒരു സാധാരണ ഉണ്ടാക്കുന്ന ഒരു കോറി പോലെ യഥാർത്ഥത്തിൽ നമ്മുടെ KMMR കേരള മൈനർ മിനറൽ കൺസെഷൻ റൂൾസ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് 1969 സംഭവം റിവൈസ് ചെയ്ത് 2015 കൊണ്ടുവന്നല്ലോ കേരള മൈനർ മിനറൽ കൺസെഷൻ റൂൾസ്. പെട്ടെന്ന് മറന്നു. അതിൽ പോലും പറയുന്നത് സാധാരണ ഒരു കോറി വന്നു കഴിഞ്ഞാൽ പോലും അതിനകത്ത് വെട്ടിമാറ്റി കഴിഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്ത് മണ്ണിട്ട് നികത്തി അതിനുള്ള ആവശ്യമുള്ള മേൽമണ്ണ് അവിടെ ഇത് സൂക്ഷിച്ചു വെച്ചേക്കണമെന്ന്, അത് കച്ചവടം പോലും നടത്തരുതെന്നാണ്. അത് നികത്തി പൂർവ്വസ്ഥിതിയിലാക്കണം, എന്നിട്ട് പുതിയൊരു സാധനം നടത്താൻ പാടും. ഇതേപോലെ തന്നെയാണ് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു സാധനമാണെങ്കിൽ അതിൻ്റെ ലൈഫ് കഴിഞ്ഞാൽ അത് നികത്തി പൂർവ്വസ്ഥിതിയിലാക്കിയതിന് ശേഷം വേറൊന്നാവാം, അത്രേ ഉള്ളൂ. ഇപ്പം മരമാണെങ്കിൽ അത് തന്നെയല്ലേ പറയുന്നത്, ഒരു മരം നിങ്ങൾ വെട്ടുമ്പോൾ വേറെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് എടുത്തോ, ഇതല്ലേ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് പകരം അതിങ്ങനെ പറഞ്ഞ് ഇതിനുള്ളൊരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. ഏത് കാര്യത്തിനുള്ളതായിരുന്നു നമ്മൾ അങ്ങനെ ഒരു പഠനം നടത്തി അതിനെ സമീപിക്കുന്ന രീതിയുണ്ടല്ലോ, അതാണ് ചെയ്യേണ്ടത്. അത് സർക്കാർ ചെയ്യാതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളാണ്. ഇപ്പം മുമ്പ് പറഞ്ഞ തമിഴ്നാടും കേരളവും തമ്മിലുണ്ടായിരിക്കുന്ന ഒരു വളരെ നല്ല സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിന് മാത്രമേ ഇത് സഹായകമാവുള്ളൂ. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സ്ഥിതി അതാണല്ലോ. മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ വെച്ചിട്ട് PJ ജോസഫ് അടക്കമുള്ള ആളുകൾ വലിയൊരു പ്രസ്താവനയും വലിയ രീതിയിലൊക്കെ ഒരു പ്രതിഷേധ പരിപാടിയായിട്ട് വന്നപ്പോൾ അന്ന് തമിഴ്നാട് ഭരിച്ചിട്ട് വന്ന് ജയലളിത പറഞ്ഞു, കേരളത്തിലെ മന്ത്രിമാരുടെ തമിഴ്നാടിനുണ്ട് അവരുടെ ഭൂമിയെക്കുറിച്ച് നമ്മുടെ ഈ പ്രശ്നം വന്നപ്പോഴും ഒരു നടൻ പറഞ്ഞു എനിക്ക് അവിടെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ നടന്മാർ വയനാട്ടിൽ പറഞ്ഞിട്ട് ഇത്രയും വലിയ പ്രദേശങ്ങളിൽ ഈ നടന്മാരെല്ലാം പോയി ഭൂമി മേടിക്കുന്നത്, എസ്റ്റേറ്റ് മേടിക്കുന്നത്? ആ താല്പര്യമാണ് ശരിക്കും പറഞ്ഞതാണ്. അത്തരക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ. ഇടുക്കിയിലെ സംഭവം തന്നെയാണ്, മൂന്നാറിലെ സംഭവം തന്നെയാണ്. അതെ, മൂന്നാറിൽ പോയി കഴിഞ്ഞ ദിവസം 10,000-ലേറെ ഏക്കർ സ്ഥലം തിരിച്ചു പിടിക്കാനുള്ള ഓർഡർ ഇട്ട കളക്ടറെ മാറ്റുക എന്നുള്ളതായിരുന്നു വളരെ പെട്ടെന്ന് ഗവൺമെൻറ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ സർക്കാർ വിരുദ്ധന്മാരാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ വളരെ സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പം ഇതിലിപ്പം മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ അവിടെ ഒരു ഡോക്ടർ CP റോയ് സാറ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു നിഗമനം വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും ശാസ്ത്രീയമായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളെയും കൂടെ കൂട്ടി ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ആയാൽ കുഴപ്പമില്ല. ഇപ്പം അവസാനം പുള്ളി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇത് ഡാം സുരക്ഷിതമാണെന്ന് പുള്ളി പറഞ്ഞു. ഇപ്പം നമ്മുടെ KT തോമസ് പറയുന്ന പോലെ ജസ്റ്റിസ് KT തോമസ് അവസാനം റിപ്പോർട്ട് കൊടുത്താലും മുല്ലപ്പെരിയാറിന് പ്രശ്നമില്ലെന്ന് പറഞ്ഞതല്ലേ. അതേപോലെ തന്നെ പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ വിഷയം എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായിട്ട് പഠിച്ച് അതിനുള്ള കമ്മീഷനെ വെച്ച് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തുന്നൊരു കാര്യം വേണ്ടി വരും. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇപ്പം മുല്ലപ്പെരിയാർ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മറ്റെല്ലാ പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന വിഷയങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പം വയനാട്ടിൽ സംഭവിക്കുന്ന പോലെ അല്ലെങ്കിൽ പെട്ടിമുടിയിൽ സംഭവിക്കുന്ന പോലെ മറ്റെവിടെയും സംഭവിക്കാം. അത് ഇതുപോലൊരു ഡാം ഉള്ള സ്ഥലത്തും കൂടെ ആണെങ്കിൽ ഇതിനേക്കാളും ആഘാതം അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ശരിക്കും നമ്മൾ ഉറക്കം കെടുത്തേണ്ട ഒരു കാര്യം. നമുക്ക് ഓരോ വിഷയങ്ങളും ഇതുപോലെ എനിക്ക് തോന്നുന്നു കുറേ കൂടി സയൻറ്റിഫിക്കായിട്ട് ഒരു ഡിസ്കഷൻ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ ഒരു കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന അവർക്ക് ഇത്തരം കാര്യങ്ങൾ വെച്ചുള്ള ഒരു സംവാദം നടത്തുന്നതായിരിക്കും. അവരുടെ അഭിപ്രായങ്ങൾ എന്നിട്ട് കേൾക്കട്ടെ, നമുക്ക് രണ്ടാമത് വീണ്ടും ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. അത് നല്ലൊരു കാര്യമായിരിക്കും തോന്നുന്നു, ഇല്ലേ?
പൊതുസമൂഹത്തിൽ ഇപ്പം ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്, ശാസ്ത്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിച്ചവരുണ്ട്. ഇപ്പോൾ മാധവ് ഗാഡ്ഗിലിനെ പോലെയുള്ള, അല്ലെങ്കിൽ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ KFRAയുടെ കേരളത്തിലെ വനമേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പരിസ്ഥിതി വിഷയങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് പഠിച്ച് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ സജീവ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നതല്ല, ഞങ്ങൾ പറയുന്നത് ഞങ്ങളൊരു ആക്ടിവിസ്റ്റുകൾ മാത്രമാണ്, ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാരൊന്നുമല്ല. ഞങ്ങൾ മറ്റുള്ള ആളുകൾ പറയുന്നതിൻ്റെ അതിൻ്റെ ശാസ്ത്രത്തെ പഠിക്കുകയും ശാസ്ത്രം വിശകലനം ചെയ്യുകയും അത് ജനപക്ഷത്ത് നിന്ന് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആക്ടിവിസ്റ്റുകൾ മാത്രമാണ്. അതുകൊണ്ട് ആക്ടിവിസ്റ്റുകൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും തെറ്റുകൾ പറ്റാം, ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൾ പറ്റാം, പക്ഷേ അത് തിരുത്തി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഒരു തിരുത്തലിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് ജനകീയമായിരിക്കുന്ന ഒരു മൂവ്മെൻറ്റ് ആ രീതിയിൽ വളർത്തിയെടുത്ത് ഗവൺമെൻറ്റിനെ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിയമങ്ങളടക്കം കൊണ്ടുവരിക്കുക എന്നൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനെ കൂട്ടായ്മ വളരുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പ്രതിഷേധിക്കുന്നവരെ അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നവരെ വിമർശിക്കുന്നവരെ കുറ്റം പറയലല്ല വേണ്ടത്, അവരെ ആക്ഷേപിക്കലല്ല വേണ്ടത്. നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കേരളമായിട്ട് നിലനിൽക്കണം, കേരളത്തിലെ ജനങ്ങൾ ഇവിടെ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. അതുമാത്രമാണ് നമ്മുടെ ആഗ്രഹം. ശാസ്ത്രമെന്ന് പറയുന്നത് ആരുടെയെങ്കിലും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നല്ല. അതിന് നിയതമായ മെത്തഡോളജിയുണ്ട്, രീതികളുണ്ട്, നിഗമനങ്ങളുണ്ട്, കണ്ടെത്തലുകളുണ്ട്. അത് ചിലപ്പോൾ തെറ്റാം, പക്ഷേ എല്ലായ്പ്പോഴും തെറ്റിപ്പോകാറില്ല. കേരളത്തെ സംബന്ധിച്ച് ഭരണകൂടത്തിൻ്റെ താല്പര്യമല്ല ശാസ്ത്രത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യത്തെ സംരക്ഷിക്കാൻ ഒരുപക്ഷെ ശാസ്ത്രജ്ഞന്മാർ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും നിരന്തരമായ ദുരനുഭവങ്ങൾ കേരളം നേരിടുമ്പോൾ പരിസ്ഥിതി എന്ന് പറയുന്നത്, പരിസ്ഥിതിയെക്കുറിച്ച് പറയുന്നവരെ ആക്ഷേപിക്കുകയും അവരെയൊക്കെ കളിയാക്കുകയും ചെയ്യുന്നതുകൊണ്ട് കേരളത്തിലെ ദുരന്തത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആക്ഷേപിക്കുന്നവരും പരിഹസിക്കുന്നവരും വസ്തുത എന്താണെന്ന് മനസ്സിലാക്കുകയും നിരന്തരമായി കൊല്ലപ്പെടുന്ന മനുഷ്യൻ്റെ ദുരന്തങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ട് വേണം ഇത്തരം പ്രശ്നങ്ങളിൽ മാനുഷികമായ നിലപാടെടുക്കാൻ. മാത്രമല്ല, വികസനത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ അടിമുടി മാറിയാൽ മാത്രമേ നമ്മുടെ വരും തലമുറയ്ക്ക് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർത്തിരുന്നാൽ നന്ന്.